നാട്ടിൽ വന്നിട്ട് വീട്ടിലിരിക്കാനുള്ള സമയം ഇതുവരെ കിട്ടാത്തതുകൊണ്ട് തന്നെ ഒരു വീഡിയോ പോലും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ നാട്ടിൽ മൈജിൻ്റെ ഷോപ്പ് തുടങ്ങിയിട്ട് നമ്മൾ പോയിട്ടില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മാനന്തവാടിയുള്ള മൈജിയിലാണ് കേട്ടോ. നമ്മൾ മഞ്ജു വാര്യർ വന്നിട്ട് രാവിലെ ഇനാഗ്രേഷൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നെങ്കിലും മെയിനായിട്ടുള്ള നമ്മൾ വരാണ്ട് എങ്ങനെ ക്ലോസ് ചെയ്യാനാ ഷോപ്പ്. അങ്ങനെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് രാത്രി 12 മണിക്കായിരുന്നു. ഫോണെല്ലാം നോക്കുന്ന കണ്ടില്ലേ, നോക്കുന്ന കണ്ടാ വിചാരിക്കും ഇപ്പം നമ്മൾ എടുക്കുമെന്ന്. എല്ലാവരും നോക്കുന്നതിന് ഒരു കുറവും വരുത്തില്ല. പോയി നോക്കുമ്പോഴാണെങ്കിൽ നാട്ടിലുള്ള കുടുംബക്കാർ മൊത്തം മൈജിയിലുണ്ട്. ഫോൺ മാത്രമല്ല, ഫസ്റ്റ് ഫ്ലോറിൽ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. അവിടെ പോയപ്പോഴാ കില്ലർ ഓഫർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് കൊന്ന്. കാരണം എന്താ, ഇന്നലെ പോയിട്ട് നമ്മളൊരു കുക്കർ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് നമ്മൾ ഇന്നല്ലേ അറിയണത്. സാരല്ല, നമ്മുടെ അടുത്ത് പൈസ ഉണ്ടല്ലോ, നമ്മൾ പിന്നെ പണ്ടേ പൈസക്കാരായതുകൊണ്ട് നമുക്കിതൊന്നും ഒരു പ്രശ്നമേ. കുത്തി നിരക്കുകയാണെങ്കിലും നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ എല്ലാം അങ്ങോട്ട് കാണാൻ പോയി. അങ്ങനെ നോക്കുമ്പോൾ കാശില്ലാതെ കാര്യം നടക്കുന്നു വലിയതാക്കിയിട്ട് അവിടെ എഴുതി വെച്ചിരിക്കണേ. അതിലവർ വെറുതെ പറയുന്ന കാശില്ലാതെ ഒന്നും നടക്കൂല. അത്രയും തിരക്കിൻ്റെ ഇടയിലും ഞങ്ങൾ റൊമാൻറ്റിക്കിന് ഒരു കുറവില്ലാതെ ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കാൻ പറ്റുന്ന എൻ്റെ ഈ മനസ്സിനെ നിങ്ങളാരും കാണാതെ പോയത്. എന്നാൽ പിന്നെ ഏതായാലും വന്നല്ലേ, നമുക്ക് കുറച്ച് പെർഫ്യൂം ടെസ്റ്റ് ചെയ്യാം. പെർഫ്യൂം നമ്മൾ സ്മെല്ല് ചെയ്യുന്നതിനിടയ്ക്ക് ഈ കാപ്പിപ്പൊടി മണത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിൻ്റെ സ്മെല്ല് നല്ല അടിപൊളിയായി കിട്ടുന്ന. അതുകൊണ്ട് തന്നെ ഒരു ബോട്ടിൽ കാപ്പിപ്പൊടി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും കോമഡി അതല്ല, അതിൽ ഏറ്റവും പെർഫ്യൂമിനേക്കാൾ സ്മെല്ല് കാപ്പിപ്പൊടിക്ക്. പിന്നെ നമ്മൾ അതിന് ഇഷ്ടപ്പെട്ട 2 ഫ്രാഗ്രൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അളിനും അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ. അങ്ങനെ വാങ്ങിയ സാധനത്തിന് പൈസ കൊടുക്കാണ്ട് തരില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊന്നും നോക്കില്ല, നമ്മൾ അങ്ങ് ബില്ല് ചെയ്യാൻ വേണ്ടി പോയി. അങ്ങനെ ബില്ല് ചെയ്ത് സാധനം കൈ കിട്ടിയിട്ടുള്ള പട്ടിഷയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത കലാപരിപാടി നോക്കാം. അവിടെ ഒരു ടാബും കുത്തുണ്ട പേനയും കണ്ടപ്പോൾ എൻ്റെ അനിയന്റെ ഉള്ളിലുള്ള കലത ഉണർന്നു വന്നിരിക്കുകയാണ്. അങ്ങനെ അവന്റെ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഓന് എന്നെയും എന്റെ കെട്ടിനും നല്ല അടിപൊളിയായി വരച്ചിട്ടുണ്ട്. മനസ്സിലാവാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ടൈം ഒത്തിരി ലേറ്റ് ആയതുകൊണ്ടും ഇനി നിന്നിട്ടുണ്ടെങ്കിൽ വീട്ടിലെ കയറ്റില്ല എന്ന് അറിയുന്നതുകൊണ്ടും ഇന്നത്തേക്ക് നിർത്താം. അപ്പം ഇനി ഇത്രയേ ഉള്ളൂ. ബൈ.